ഓക്കെ, നമ്മൾ ഇനി നോക്കാൻ പോകുന്ന ടോപ്പിക്ക് പോളിഗൺ ആണ്. പോളിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നോർമൽ ഡെഫിനിഷൻ പോളിഗണിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 2D ഷേപ്ഡ് ആയിട്ടുള്ളൊരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഫിഗർ ആയിരിക്കും. ആ ഫിഗറിൽ അറ്റ്ലീസ്റ്റ് 3 സൈഡ്സ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 ആംഗിൾസ് കമ്പൽസറി ആയിട്ടും ഉണ്ടായിരിക്കണം. കാരണം മോർ ദാൻ 3 സൈഡ്സ് അല്ലെങ്കിൽ 3 ആൻഡ് മോറിനെ ആണെങ്കിൽ നമുക്ക് പോളിഗൺ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചപ്പോൾ റെക്റ്റാങ്കിൾ ആക്ച്വലി പോളിഗൺ ആണ്. റെക്റ്റാങ്കിൾ എങ്ങനെയാണ് പോളിഗൺ ആവുന്നത്? 4 സൈഡഡ് ഫിഗർ ആണല്ലേ. നമുക്ക് ഇപ്പം ലെങ്തും ബ്രെഡ്ത്തും മാത്രമേ ഉള്ളത് കൊണ്ട് അതിനെ നമ്മൾ റെക്റ്റാങ്കിൾ എന്ന് വിളിക്കുന്നു. ഇനി അല്ല, ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ വെവ്വേറെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ക്വാഡ്രിലാറ്ററൽ അങ്ങനെയൊക്കെ വിളിക്കാം. അപ്പോൾ പോളിഗൺ റെക്റ്റാങ്കിൾ ഇസ് ഓൾസോ പോളിഗൺ, അത് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. പോളിഗൺ എന്ന് നോർമലി പറയുമ്പോഴത്തേക്കും അതിന് അറ്റ്ലീസ്റ്റ് എന്താണ് 3 സൈഡ് തൊട്ടാണ് 3 സൈഡെങ്കിലും വേണം. ഓട്ടോക്കാഡിൻ്റെ അകത്തെ ഡെഫിനിഷൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു എന്താ പറയുക, അതൊരു ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് ആൻ ഇക്വലാറ്ററൽ പോളി ലൈൻ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതായത് നേരത്തെ നമ്മൾ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ പഠിച്ച സമയത്ത് നമ്മൾ കണ്ടു, നമ്മളൊരു പോയിന്റ് പ്രസ് ചെയ്ത് ലാസ്റ്റ് പോയിന്റിലേക്ക് വരുമ്പോഴത്തേക്ക് അതൊരു സിംഗിൾ സെലക്ഷനാണ്. അപ്പോൾ അതേപോലെ ഇക്വലാറ്ററൽ പോളി ലൈനായിട്ട് തന്നെയാണ് നമുക്ക് പോളിഗണും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ എന്താ പറയുക റെക്റ്റാങ്കിൾ ഡ്രോപ്പ് ഡൗൺ ചെയ്തപ്പോൾ പോളിഗൺ കണ്ടു. അപ്പോൾ നമ്മൾ പോളിഗൺ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇനി നോക്കാനുള്ളത്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ സെലക്ഷൻ റെക്റ്റാങ്കിളിന് പകരം ഡ്രോപ്പ് ഡൗൺ ചെയ്ത് നമ്മൾ പോളിഗൺ സെലക്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ അസസ് ചെയ്യാം അതിനെ? റിബൺ ടൂളിൽ നിന്ന് ഹോം ടാബിൽ നിന്ന് ഡ്രോ പാനൽ വഴി പോളിഗൺ സെലക്ട് ചെയ്യാം. റിബൺ ടാബിൽ ഹോം ടാബിൽ ഇവിടെ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡ്രോപ്പ് പാനലിന് ഇവിടെ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് നമുക്ക് പോളിഗൺ കിട്ടും. ഇനി എങ്ങനെ വേറൊരു രീതിക്ക് എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പോളിഗൺ ഉണ്ട്. പിന്നെ ഇനി വേറൊരു മെത്തേഡ് മീൻസ് ഷോർട്ട് കീ ആണ്. അപ്പം പോളിഗണിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് POL ആണ്. ഇനി നമുക്ക് എന്താ പറയുന്നത് ഒരു പോളിഗൺ ചുമ്മാ ഒന്ന് വരച്ച് നോക്കാം. ഫസ്റ്റ് ഞാനിവിടെ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് ഞാൻ പോളിഗൺ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എന്നോട് ചോദിക്കുകയാണ് എത്ര സൈഡ്സ് ഉള്ള പോളിഗണാണ് എനിക്ക് വേണ്ടത്. സൈഡിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഓട്ടോക്കാഡിനകത്ത് ബൈ ഡിഫോൾട്ടായിട്ട് നമുക്ക് മാക്സിമം നമ്പർ ഓഫ് സൈഡ്സ് എത്ര കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1024 സൈഡ്സാണ് നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്നത്. മിനിമം ഓഫ് 3 or 4, മിനിമം ഓഫ് 3 to 4 അല്ലെങ്കിൽ മാക്സിമം ഓഫ് 1024 അത് അതിൽ കൂടുതൽ നമുക്കിപ്പോൾ 1025 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എഴുതി കാണിക്കും ഇറ്റ് ക്യാൻ ഓൺലി പ്രൊവൈഡ് ഫോർ 1024 എന്ന് എഴുതി കാണിക്കും. അപ്പം നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന, അതായത് ഓട്ടോക്കാഡ് കൊടുക്കാൻ പറ്റുന്ന പോളിഗണിൻ്റെ സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ 1024 ആണ്. മിനിമം ഓഫ് 3 ആണ്. അപ്പോൾ ഇവിടെ ഞാനൊരു നോർമൽ ഫിഗർ ഒരു 5 കൊടുക്കുകയാണ്. 5 ഞാനൊരു പെൻറ്റഗൺ വരയ്ക്കാൻ ഉദ്ദേശിക്കാം. ഞാൻ 5 കൊടുത്തു, എൻ്റർ ചെയ്തു. അപ്പോൾ ചോദിക്കുന്നുണ്ട് പെൻറ്റഗണിൻ്റെ സെൻറ്റർ പോയിൻ്റ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ വേറെ 2 ഓപ്ഷനാണ് പോപ്പപ്പ് ചെയ്ത് തന്നത്. ഏതൊക്കെയാണ്? ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിളും സർക്കംസ്ക്രൈബ്ഡ് എബൌട്ട് ദ സർക്കിളും എന്നാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്ക്രൈബ്ഡ് എന്ന് പറയുന്ന സമയത്ത് അത് ഓൾവേസ് ഒരു സർക്കിളിൻ്റെ അകത്ത് വരാനാണ് സാധ്യത കൂടുതൽ. സർക്കംസ്ക്രൈബ്ഡ് എന്ന് പറയുന്ന സമയത്ത് അത് ഓൾമോസ്റ്റ് സർക്കിളിൻ്റെ പുറത്ത്, അതായത് നമ്മൾ വരയ്ക്കുന്ന ഏതാണോ പോളിഗൺ അതിൻ്റെ പുറത്ത്. സർക്കിൾ ഞാൻ എന്ന് പറയാൻ കാരണം സർക്കിൾ നമ്മൾ റെഫറൻസ് ആയിട്ടാണ് ഇതിലെടുക്കുന്നത്. പിന്നെ ഞാൻ ഇൻസ്ക്രൈബ്ഡ് സെലക്ട് ചെയ്ത് ഞാൻ വരച്ച് കാണിച്ചു തരാം. അപ്പം ഞാനൊരു പോളിഗൺ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചോ, ആ സെൻറ്ററിൽ നിന്നും അതിൻ്റെ എഡ്ജുകളിലേക്കാണ് ആ ഡോട്ടഡ് ലൈൻ പോയിരിക്കുന്നത്, ആ റെഫറൻസ് ലൈൻ. മാത്രമല്ല അതിനെ നമുക്ക് റേഡിയസ് ആയിട്ടും കാണാവുന്നത് താഴെ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാനൊരു റേഡിയസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്ത് ഞാൻ എന്നെ കൊടുക്കുക. ഞാനൊരു 50 കൊടുത്തു, എൻ്റർ ചെയ്തു. അപ്പം ഇത് ആക്ച്വലി ഓരോ എഡ്ജിൽ നിന്നും 50 മാറി പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോളിഗണിൻ്റെ സെൻട്രൽ പോയിൻ്റാണ് കിട്ടുന്നത്. 50 കൊടുത്തു. അപ്പോൾ എനിക്കൊരു 5 സൈഡഡ് പോളിഗൺ കിട്ടിയല്ലേ. അപ്പോൾ ഈ 5 സൈഡുള്ള പോളിഗണിനെ നമുക്ക് എന്താണ് പെൻറ്റഗൺ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഈച്ച് ആംഗിൾ മെഷർ ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം 108 കാണും. ടോട്ടൽ ആംഗിൾ ഒരു 540 ഒക്കെ കാണാൻ സാധ്യതയുണ്ട്, കാരണം 5 സൈഡഡ് ഫിഗർ ആയതുകൊണ്ട്. ഇനി ഞാൻ വീണ്ടും ഒരു പോളിഗൺ സെലക്ട് ചെയ്തിട്ട് എന്താ പറയുക വീണ്ടും പറയുന്നുണ്ട് പോളിഗണിൻ്റെ സൈഡ്സ് എത്ര അത് എൻ്റർ ചെയ്യാം. ഞാൻ സെയിം സൈഡ് തന്നെയാണ് എൻ്റർ ചെയ്യുന്നത്.
എപ്പോഴും ചോദിക്കുന്നത് സെൻറ്റർ ഏതാണെന്ന് വെച്ചാൽ ഞാൻ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് വേണ്ടത്. അപ്പം ഞാനിവിടെ നേരത്തെ ഇൻസ്ക്രൈബ്ഡ് ചെയ്തതുകൊണ്ട് ഞാനിവിടെ സർക്കംസ്ക്രൈബ്ഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ സർക്കംസ്ക്രൈബ്ഡ് സെലക്ട് ചെയ്തിട്ട് ഞാനൊന്ന് റെഫർ ജസ്റ്റ് ഒന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് യെല്ലോ ലൈൻ എവിടെ നിൽക്കുന്നത്, ആ ഒരു എഡ്ജ്, അതായത് ലൈൻ സെഗ്മെൻറ്റിൻ്റെ സെൻറ്ററിലാണ് നിൽക്കുന്നത്. നേരത്തെ വര വെച്ച് നോക്കുവാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ, അതായത് ഓരോ എഡ്ജിൽ നിന്നുമാണ് സെൻറ്ററിലേക്ക് ആ പോയിൻറ്റ്സ് വരയ്ക്കുമ്പോഴത്തേക്കാണ് നമുക്ക് എന്താ പറയുന്നത് കറക്റ്റ് സെൻറ്റർ പോയിൻ്റ് അറിയാൻ പറ്റുന്നത്. ഇത് ആ ഒരു ലൈൻ സെഗ്മെൻറ്റിൻ്റെ പെർപെൻഡിക്കുലർലി ഓരോ സൈഡിൽ നിന്ന് വരയ്ക്കുമ്പോഴാണ് നമുക്ക് എത്രയാണ് അതിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ എത്രയാണ് ആ ഒരു സർക്കിളിൻ്റെ റേഡിയസ് എന്ന് അറിയാൻ പറ്റുന്നത്. ഞാനിവിടെ ലാസ്റ്റിൽ ആ ഒരു പോളിഗണിൽ കൊടുത്ത പോലെ ഞാനിവിടെ 50 തന്നെയാണ് കൊടുക്കുന്നത്. ഞാൻ എൻ്റർ ചെയ്തു. എന്നിട്ട് ഞാൻ ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. ഞാൻ 50 എൻ്റർ. ഇനിയാണ് സർക്കംസ്ക്രൈബ്ഡും ഇൻസ്ക്രൈബ്ഡിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാനിവിടെ സെൻറ്റർ റേഡിയസ് എടുത്ത് വെച്ച് ഇത് സെൻറ്ററും ഇത് റേഡിയസും ആക്കി ഞാനിത് വരച്ച് കഴിഞ്ഞാൽ ഇൻസ്ക്രൈബ്ഡ് സർക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് ഞങ്ങൾ വരച്ചത് സാധനം. ഇത് കണ്ടോ, സർക്കിൾ ഞാൻ റെഫറൻസ് ആയിട്ടാണ് എടുത്തത്. അപ്പോൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, നമ്മൾ വരച്ച പോളിഗൺ ഈ സർക്കിളിൻ്റെ ഉള്ളിലാണ് വന്നത്. അതിന് എത്ര സൈഡഡ് ഫിഗർ ആയാലും ശരി, ഈവൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 1000 ഓർ അബവ് ആയിട്ടുള്ള സൈഡ്സിലുള്ള ഫിഗർ ആയാലും ശരി, നമ്മളൊരു സർക്കിൾ എടുത്ത് വരയ്ക്കുന്ന സമയത്ത് ആ ഒരു ഫിഗർ അതിൻ്റെ ഉള്ളിലായിരിക്കും. ഇനി അടുത്തത് സെൻറ്റർ റേഡിയസ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് സെൻറ്റർ ഇത് റേഡിയസ് ആക്കി വെച്ച് ഞാൻ വരച്ച് കഴിഞ്ഞാൽ കണ്ടോ, റെഫറൻസ് വരച്ച സർക്കിള് വരച്ച പോളിഗണിൻ്റെ ഉള്ളിലാണ്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി 3 സൈഡഡ് ഫിഗറിനെ നമുക്ക് 3 സൈഡഡ് ഫിഗറിനെ ട്രയാങ്കിൾ എന്ന് വിളിക്കാം, 4 സൈഡഡ് ഫിഗറിനെ ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കാം, 5 സൈഡഡ് ഫിഗറിനെ പെൻറ്റഗൺ എന്ന് വിളിക്കാം, 6 സൈഡഡ് ഫിഗറിനെ ഹെക്സഗൺ എന്ന് വിളിക്കാം. അങ്ങനെ എക്സെട്ര നമുക്ക് ഒരു എന്താ പറയുക, ചിലപ്പോൾ നമുക്കൊരു എക്സാമ്പിളിൽ മേ ബി എന്തെങ്കിലും നമുക്കറിയില്ല. ഇപ്പോൾ 10 സൈഡ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഡെക്കൊക്കെ എന്നൊക്കെ പറഞ്ഞ് നിർത്താം. പക്ഷേ ചിലപ്പോൾ നമുക്കത് എന്താ പറയുക മോർ ദാൻ 10 ഒക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അത് കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാല്യൂ ഉണ്ട്. n-2 × 180 ചെയ്ത് കഴിഞ്ഞാൽ എന്ന് ഉദ്ദേശിക്കുന്നത് എത്രയാണോ നമുക്ക് വേണ്ട സൈഡ്. ഇപ്പം ഞാനിവിടെ പോളിഗൺ സെലക്ട് ചെയ്തിട്ട് ഞാൻ നേരത്തെ 5 ആണ് കൊടുത്തത്, ഞാനിവിടെ 8 കൊടുക്കുക, എൻ്റർ ചെയ്തു. അപ്പം 8 സൈഡുള്ള ഫിഗർ എന്താണ്, അതിൻ്റെ പേര് എത്രയാണ്, ആംഗിളെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, 8 സൈഡഡ് ഫിഗറിന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടോട്ടൽ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ ഈ തന്നിരിക്കുന്ന n എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കൊടുത്ത 8 ആണ്. 8 - 2 × 180 ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 8 സൈഡഡ് ഫിഗറുള്ള പോളിഗണിൻ്റെ ടോട്ടലായിട്ടുള്ള ആംഗിൾ എത്രയാണെന്ന് നമുക്ക് കിട്ടും. ഇപ്പം ഞാനത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ടോട്ടലി ഉള്ള ആംഗിൾ 1080 ആണ്. ഈച്ച് ആംഗിൾ എടുക്കുമ്പോൾ എനിക്കിത് 135ഓളം വരും. അപ്പോൾ ഇവിടെ ഞാൻ 8 സൈഡഡ് ഫിഗർ കൊടുത്തിട്ട് ഞാനിവിടെ ഒരു പോയിൻ്റ് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട് ഇൻസ്ക്രൈബ്ഡ് വേണോ സർക്കംസ്ക്രൈബ്ഡ് വേണോ. ഞാൻ ഇൻസ്ക്രൈബ്ഡ് കൊടുക്കുവാണ്. ഇപ്പോൾ കണ്ടോ ഞാൻ വരയ്ക്കുന്നത്. പിന്നെ ഇനി ഞാൻ ഇതിൻ്റെ അകത്തൊരു സർക്കിൾ എടുത്ത് വെച്ച് വരച്ച് കഴിഞ്ഞാൽ അത് ഈ ഒരു മഞ്ഞ റെഫറൻസ് പോലെ ആയിരിക്കും ആ സർക്കിൾ വരുന്നത്. ഇതിൻ്റെ ഈച്ച് കോർണർ എന്ന് പറയുന്നത്, ഈച്ച് കോർണർ അല്ലെങ്കിൽ ഈച്ച് എഡ്ജ് എന്ന് പറയുന്നത് ആ ഒരു സർക്കിളിൽ ലൈവ് ചെയ്ത് കിടക്കും. ഇനി സർക്കംസ്ക്രൈബ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് കിടന്നാണ്. ഓക്കെ, ഇതുപോലെ നമുക്ക് എത്ര സൈഡിലുള്ള ഫിഗർ വേണമെങ്കിലും വരയ്ക്കാം. ഇത് ഞാൻ പറഞ്ഞ പോലെ 1025 ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എറർ കാണിക്കും. 24 വരെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മളുടെ ഓട്ടോകാഡ് നമ്മളോട് പറയും. ഇതേ കണ്ടോ, ഇപ്പം നമ്മൾ താഴെ കാണിക്കുന്നുണ്ട് എന്താണ് 3 to 1024 വരെ കൊടുക്കാൻ പറ്റുള്ളൂ. 25 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോളിഗൺ വരയ്ക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ 1024 ഞാൻ കൊടുക്കുന്നതെന്ന് വിചാരിച്ചു. ഒരു പോയിന്റ് ഞാൻ സെലക്ട് ചെയ്തു, ഇൻസ്ക്രൈബാണ് കൊടുത്തിട്ട് ഞാൻ വരയ്ക്കുന്നതെങ്കിൽ സർക്കിൾ പോലെ വന്നത് എന്തുകൊണ്ടാണ്? ഇത് ഓരോരോ ലൈൻസാണ്, പക്ഷേ പോളിഗൺ ആയിട്ട് നമുക്ക് മനസ്സിലാവത്തില്ല. കണ്ടോ, ഓരോരോ ലൈൻ സെഗ്മെൻറ്റുകൾ തന്നെയാണ് അതിനെ കൊടുത്തിരിക്കുന്ന ഓരോരോ പോയിൻറ്റുകൾ 1, 2, 3 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സൈഡ്സും എന്താണ് 1024 കാണും. പക്ഷേ ഇത് ടോട്ടലി നോക്കുമ്പോഴത്തേക്കും എന്താ പറയുക സർക്കിൾ പോലെയാണ് ഫീൽ ചെയ്യുന്നത്.